ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളത്. സാധാരണഗതിയിൽ 5 അല്ലെങ്കിൽ 6 പേരെയാണ് ഫൈനൽ വീക്കിൽ ഷോയിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇനി ആരൊക്കെ എപ്പോഴൊക്കെ പുറത്താകുമെന്നതാണ് പ്രേക്ഷകർ ശ്രദ്ധാപൂർവ്വം നോക്കുന്നത്. ഇന്നത്തെ എവിക്ഷനിൽ നോറ പുറത്തായി എന്ന രീതിയിൽ ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ചിലർ നടത്തുന്നുണ്ട്. എന്നാൽ നോറ പുറത്തായിട്ടില്ല, സീക്രട്ട് റൂമിലേക്ക് മാറ്റിയതാണെന്നുള്ള പ്രചാരണവുമുണ്ട്. ഈ വൈകിയ വേളയിൽ അത്തരമൊരു പരീക്ഷണത്തിന് ബിഗ് ബോസ് നിൽക്കുമോ എന്ന് നമ്മൾ സംശയിക്കുന്നു. അതേസമയം നോറ ഈ ഘട്ടത്തിൽ പുറത്താകില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്തുകൊണ്ട് സീക്രട്ട് റൂമിലേക്ക് പോകാൻ നോറയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് പ്രേക്ഷകരോട് ബിഗ് ബോസിനോട് പ്രേക്ഷകർ ചോദിക്കുമ്പോൾ തന്നെ അതിന് ഏറ്റവും അർഹ നോറ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഗെയിം അല്പം ഒന്ന് കിളി പോയ രീതിയിലാണെങ്കിലും പറയുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് ബിഗ് ബോസിൻ്റെ വരെ കിളി പോയിട്ടുണ്ട്. എങ്കിലും സൗണ്ടും കരച്ചിലും കൊണ്ട് ഒരുപാട് പേരുടെ വെറുപ്പ് സമ്പാദിച്ചുവെങ്കിലും വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചിട്ടുള്ളത് നോറ തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പും മറ്റ് ഷിപ്പുകളുമായി പലരും കൂടെയുള്ളവർക്ക് പറ്റുന്ന തെറ്റുകൾ പോലും ന്യായീകരിച്ചപ്പോൾ തെറ്റെന്ന് തോന്നിയ കാര്യങ്ങൾ ആരുടേതായാലും മുഖത്തു നോക്കി പറഞ്ഞിട്ടുള്ള ആളാണ് നോറ. ഒറ്റപ്പെട്ടു പോയപ്പോഴും ചിലപ്പോൾ അത് നോറയുടെ ഗെയിമാകാം. വിഷമങ്ങളും സങ്കടങ്ങളും കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് പറഞ്ഞു. ബിഗ് ബോസിനെ വരെ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. നോറ ഗെയിം കളിക്കാൻ ബിഗ് ബോസിനെ വരെ കരുവാക്കുകയായിരുന്നു എന്ന് തോന്നിയാൽ സ്വാഭാവികം മാത്രം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും എത്രയൊക്കെ വഴക്കുണ്ടായിട്ടും ആരോടും അസഭ്യമോ മോശമായ പദപ്രയോഗങ്ങളോ ഉപയോഗിച്ചിട്ടില്ല എന്നതും ഏത് ടാസ്കും തൻ്റേതായ കഴിവിനനുസരിച്ച് മാത്രം സ്വന്തമായ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട് നോറ. ഇത് നോറയുടെ മാത്രം പ്രത്യേകതയാണ്. ടാസ്ക് ആണെന്ന് മറന്ന് സീരിയസ് ആയതിലൂടെ ചിലപ്പോഴെങ്കിലും ടാസ്ക് കുളവുമാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മനഃപൂർവ്വമായിരുന്നു എന്ന് കരുതുന്നില്ല. എന്തുകൊണ്ടും സീക്രട്ട് റൂമിലേക്ക് പോകാൻ ഇപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികളിൽ തികച്ചും അർഹ നോറ തന്നെയാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു.